എന്നെ അത്രയും സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ. ആര്യൻ, ഹലോ, നിനക്കിത് ഓർമ്മയുണ്ടോ? ഞാനൊക്കെ ഇപ്പൊ നിന്റെ ഒരു ഹൊറർ മെമ്മറി ആയി പോയില്ലേ. പിന്നെ ഇഫ് ഐ ഹാവ് ടോൾഡ് സംതിങ് ബാഡ് ടു യു ഓൾസോ എക്സ്ട്രീംലി സോറി. ഇതൊരു ഗെയിം ഷോ ആണ്, ഷോയുടെ ഭാഗമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു. ഐ വാണ്ട് ടു കീപ് ദ റാപ്പോ വിത്ത് എവരിവൺ ഇൻ എ വെരി ഫൺ വേ. ഇറ്റ്സ് ഓക്കേടാ. ആര്യൻ അനുമോളെ കെട്ടിപ്പിടിച്ചില്ല, അനുമോളെ ഇഗ്നോർ ചെയ്ത്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഷാനവാസിനെ കണ്ടില്ല, അനുമോളിനെ കണ്ടില്ല. പക്ഷെ അതെനിക്ക് നിന്റെ കൂടെ എനിക്ക് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം ഞാൻ ആൾക്കാരെ കണ്ടില്ലായിരുന്നു. അനുമോൾ ഞാൻ ആക്ച്വലി കൈ കൊടുക്കാൻ മറന്നുപോയി. അത് അറിഞ്ഞിട്ടല്ല ചെയ്തത്, അറിയാണ്ട് ചെയ്തതാണ്. പക്ഷെ ഇതൊക്കെ എല്ലാം പുറത്ത് മാസം വന്നിട്ടുണ്ട്. മസ്താനിയുടെ ആ ഒരു ഡാൻസും പുതപ്പുണ്ടോ. അനുമോളെയാണ് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടം. എന്താ തോന്നുന്നത്? കുടുംബ പ്രേക്ഷകരുടെ വ്യൂ ഞാൻ കേട്ടു. അനുമോൾ ജയിക്കണമെന്നുണ്ടോ? ആ തള്ളയൊന്നും ജയിക്കരുത്. എന്താണ് സദാചാരത്തിന്റെ പെൺകുട്ടിയാണത്. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടോ? ഒരു വീഡിയോയില് അവൾ പൗഡർ ഇങ്ങനെ ഇട്ടിട്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കണത് ഈ കയറും ടാസ്കിനിടയിൽ പൗഡറിന്റെ വലിയ ആവശ്യമുണ്ടോ? അത് ഇങ്ങനെ മാറ്റാൻ പോയല്ലോ ഡ്രസ്സ്. പിന്നെ അവൾക്ക് ഞാൻ ഈ കയർ ടാസ്ക് നോക്കുമ്പോൾ ഡ്രസ്സ് മാറ്റണം, കുളിക്കാൻ പോണം, വാഷ്റൂമിൽ പോണം, ഇവിടെ പൗഡർ ഇടണം. ഇവളുടെ വയറ്റിലോട്ട് നോക്കി കയറും. ഞാൻ അവളുടെ വയറ് നോക്കി എന്തോ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഞങ്ങളത് കണ്ടില്ല. ഒരു ലെസ്ബിയൻ പെൺകുട്ടിയുടെ വയറ് നോക്കി ഞാൻ പൊട്ടനാ എന്നൊക്കെ കാണിക്കൂ. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ? ഏതെങ്കിലും ബുദ്ധി അല്ലെങ്കിൽ ബോധമുള്ള ആൾ ഈ ഷോ ഒരാളുടെ വയറ് നോക്കി അങ്ങനെ ചെയ്യൂ? എനിക്ക് നൂറിനെ ഇഷ്ടമാണ്. ഷീസ് എ നൈസ് ഗേൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ ഏതായിരുന്നു? പക്ഷെ പേഴ്സണലി ചോദിച്ചാൽ ജിസേലായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്. കോൺടാക്ട് ചെയ്തോ ജിസേൽ? പിന്നെ നമ്മള് വീഡിയോ കോൾ ചെയ്തു, സംസാരിച്ചു. ഇനി വരാൻ പോകണം, 4-ാം തീയതി കാണാം അങ്ങനെ. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. സോ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനിപ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഗസ്റ്റാണ് എൻ്റെ കൂടെ. ഓൾറെഡി ഹൈലൈറ്റ് കണ്ട ആരാന്ന് മനസ്സിലായി കാണും. ഞാനും ബിഗ് ബോസിന് ശേഷം ആദ്യമായിട്ട് കാണുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. വേറെ ആരുമല്ല, എന്നെ അത്രയും സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ. ആര്യൻ, ഹലോ, മസ്താനി, വെൽക്കം. എന്തുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് എവിക്ഷൻ? എവിക്ഷൻ കുഴപ്പമില്ല, നല്ല സാഡ് ആയിരുന്നു. നീ പറഞ്ഞ നീ നല്ല ഹാപ്പി ആയിരുന്നു, ഞാൻ അറിഞ്ഞു. ഇല്ലടാ, എനിക്കറിയാം. നമ്മുടെ ഒരു റാപ്പ് നമുക്കറിയാം, പുറത്തെ ആൾക്കാർക്ക് വേറെ, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല. അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ല. എവിക്ഷൻ ആയപ്പോൾ ഞാൻ കുറച്ച് നെട്ടിപ്പോയി. അല്ല, നെവിനെ നെട്ടിപ്പോയി അവിടെ എന്നൊക്കെ. ഞാൻ സേവ് ആയിക്കൊണ്ട് അപ്പോൾ ഞാനും കുറച്ചിങ്ങനെ ട്വിസ്റ്റ് ആണല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ഇടയ്ക്ക് പുറത്താക്കിയാലേ ഒരു രസം ഉണ്ടാവുമല്ലോ, മസാല കൂടുതലോ വിചാരിച്ചിട്ട് ഓക്കെ അക്സെപ്റ്റ് ചെയ്ത്. അൺഫെയർ ചോദിച്ചാൽ എനിക്കറിയില്ല, എൻ്റെ കയ്യിലല്ല ഒന്നും, എല്ലാം പ്രേക്ഷകരുടെ വോട്ടാണ്. പക്ഷേ പുറത്ത് ആ എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി പ്രേക്ഷകർ എന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു വിജയം. പക്ഷെ എനിക്ക് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു വ്യൂവർ എന്ന നിലയിൽ നമ്മൾ നോക്കി കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര അൺഫെയർ എവിക്ഷൻ ആയിട്ട് ഫീൽ ചെയ്തു. കാരണം ആര്യൻ എന്ന് പറയുന്ന ഒരു ഗെയിമർ ആ വീട്ടിൽ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. എല്ലാവർക്കും പേടിച്ചിരുന്ന ഒരാളായിരുന്നു. ഇത്രയും എനിക്ക് തോന്നിയിടാ. കാരണം ആര്യൻ ഫിസിക്കൽ ടാസ്കിലാണെങ്കിലും മെന്റലി അങ്ങനെ അധികം ഡൗൺ ആവാത്ത ഒരാളായിരുന്നു ആര്യൻ. പിന്നെ എനിക്ക് ആര്യന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ആര്യൻ ഒന്നും പേഴ്സണലി എടുക്കില്ല. കേക്കും വിടും, അതിനപ്പുറത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ അവരോട് പോയി പിന്നെ വീണ്ടും. അങ്ങനത്തെ നല്ല ക്വാളിറ്റി ഉള്ള ഒരാളായിരുന്നു. അപ്പം ശരിക്കും ആര്യൻ അവിടെ വേണമായിരുന്നു. പക്ഷെ ബിഗ് ബോസിന്റെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ടൈമിൽ ഒരു സ്ട്രോങ് പ്ലെയറിനെ അവർ പുറത്താക്കും. ഇപ്രാവശ്യം അത് ആര്യനായി പോയി. ഇപ്രാവശ്യത്തെ മറ്റേ നമ്മളെ പറയല്ലേ മറ്റേ മട്ടൻ ബിരിയാണിയിലെ മട്ടൻ, അത് ഞാനായിരുന്നു. അപ്പൊ എനിക്ക് ശേഷം മനസ്സിലായി. പക്ഷെ ഭയങ്കര അൺഫെയർ എവിക്ഷൻ ആയിരുന്നു. യെസ് യെസ്. ഈ പറഞ്ഞ പോലെ മസ്താനി പറഞ്ഞില്ലേ, എല്ലാവരും ചൂടാകുമ്പോൾ ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കും.
എൻ്റെ ഒരു ചോദ്യമുണ്ട്, ഈ കുടുംബ പ്രേക്ഷകർക്കോ ഇല്ലെങ്കിൽ ഏഷ്യനെറ്റിൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടം ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫൈറ്റും കുറച്ച് കരച്ചിലും ഈ മസാല പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല തെരികൾ അതൊക്കെയാണോ ഇഷ്ടം? എനിക്ക് അറിയില്ല. ലൈക്ക് എനിക്ക് മനസ്സിലാവണില്ല. ഞാനൊരു കാര്യത്തിന് ചിരിച്ചാൽ അത് അവനൊരു തമാശ കളിയാണ്, അവൻ ഇമ്മച്ചോറാണ്, അതിൻ്റെ ക്യാരക്ടറാണ്. എനിക്കിപ്പോൾ അനുമോളിൻ്റെ ബെഡിൽ വെള്ളമിട്ടപ്പോൾ എനിക്ക് ചിരി വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അവിടെ നിന്ന് വെരി ബാഡ് നെവിൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഹേറ്റഡാ, അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എടാ നെവിൻ എന്താണ് കാണിക്കുന്നത് അതല്ലേ പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വളച്ച പിടിച്ച് പുറത്ത് കാണിച്ചത് ആര്യൻ ഈ സിറ്റുവേഷനെ മുതലാക്കി ചിരിച്ചു, വെള്ളം ഇട്ടിട്ട് അനുമോളുടെ ബെഡിൽ ഞാൻ വെള്ളം ഇട്ടിട്ടില്ല, അതിന് അർത്ഥവും ഞാനില്ല. പക്ഷെ പുറത്തൊക്കെ വന്നത് അങ്ങനെയാണ്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യം എൻ്റെ മുഖത്ത് ഇങ്ങനെ എത്ര പ്രാവശ്യം വെള്ളം സ്പ്രിങ്കിൾ ചെയ്യും ക്യാപ്റ്റനായ സമയത്ത്, ആര്യൻ എണീക്കടാ. അപ്പൊ ഞാൻ വെള്ളം കൊടുത്തത് ഒരു മഗ്ഗിലാണ്. ഞാൻ വിചാരിച്ചു നെവിൻ കുറച്ച് അങ്ങനെ സെയിം സാധനം ചെയ്യും. പക്ഷെ നെവിൻ പോയി എടുത്തത് ഇത്ര വലിയ മറ്റേ ബക്കറ്റ് മാതിരി വെള്ളം എടുത്തിട്ട് അവൻ അവിടെ ഇട്ടു. അപ്പൊ അതില് എന്റെ സേവ് ഒന്നും ഇല്ലല്ലോ. അത് അവന്റെ പേഴ്സണൽ ഡിസിഷൻ അല്ലേ. ഒരാളുടെ പേഴ്സണൽ ഡിസിഷൻ എനിക്കിങ്ങനെ എഫക്ട് ചെയ്യാൻ പറ്റും? ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ കരയണ്ടേ? നിങ്ങളുടെ ഫൈറ്റ് അല്ലേ, അവൻ്റെ ബെഡിൽ വെള്ളം ഒഴിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഭയങ്കര ഒബ്വിയസ് ആണ് അതൊക്കെ. സോ അത് ഈ പറഞ്ഞ പോലെ രണ്ട് ക്യാപ്റ്റൻ കുറ്റം ചെയ്തപ്പോൾ മൂന്നാമത്തെ ക്യാപ്റ്റനാണ് എല്ലാം പ്രശ്നം വന്നത്. അത് കാരണമാണ് എനിക്ക് ലാസ്റ്റ് വീക്ക് മാത്രം കുറച്ച് നെഗായി കാരണം. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ബിഗ് ബോസിൽ ഇത്രയും കണ്ടസ്റ്റൻസ് കയറുമ്പോൾ ആദ്യമേ തന്നെ ഒരു വിന്നറായിട്ടാണ് കയറുന്നത്, മറ്റേ റേസിംഗ് ബാൻഡിൽ വെക്കുന്നതും. കാരണം ബാക്കി എല്ലാ ആൾക്കാരും ഡ്രസ്സും മേക്കപ്പും ഇല്ലാതെ കഷ്ടപ്പെടും. ഭാര്യനോട് ഭയങ്കര ലക്ഷറി ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാ ടാസ്കിലും ഇപ്പൊ ഈവൻ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് പോലും ആരുടെ ടീമിലോ എന്റെ ടീമിലോ ഭാഗ്യമോ നല്ലൊരു ടാസ്ക് ആയിരുന്നല്ലേ, നമ്മളെ ഫണ്ണായി ചെയ്തല്ലേ. മസ്താനി ഉണ്ടല്ലോ, ഞാൻ ഒരു മസ്താനി ക്യാപ്പ് ഊരാൻ വരും എല്ലാവരും, നീ സൂക്ഷിച്ചോ. മസ്താനി ഒറ്റൊരു ഓട്ടം, ആര് കാണുന്നില്ല. ഞാൻ വരും എന്റെ ടീമിന് മസ്താനി എനിക്ക് കാണാൻ പറ്റുന്നില്ല, അമ്മാതിരി ഒരു ഇതായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു മസ്താനി, നല്ലൊരു ഗെയിമായിരുന്നു. പക്ഷെ ആരും നമ്മുടെ ടീമിലുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം, നമ്മുടെ ടീം ജയിക്കും. അങ്ങനെയായിരുന്നു. എനിക്കൊന്ന് ടിക്കറ്റ് ടു ഫിനാലേക്ക് ജസ്റ്റ് 5 പോയിന്റ്സ് അതിലും നല്ല പറയാനുള്ള ഞാൻ വിട്ടേക്കും. നല്ലൊരു ഫെയർ ഡിസിഷൻ ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാനൊരു പക്ഷെ ഞാൻ എനിക്ക് മൈൻഡിൽ വന്നത് അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, 15 ടാസ്ക് ഉണ്ടായിരുന്നു, 15 ടാസ്ക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. 8ാമത്തെ ടാസ്ക് ആയപ്പോൾ ഇത് നിങ്ങളുടെ ഫൈനൽ ടാസ്ക് ആയിരിക്കും. ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇനി 7 ടാസ്ക് ഉണ്ട്, എങ്ങനെ ലീഡ് എടുക്കാൻ പറ്റും, ഇതൊക്കെയാണ് എൻ്റെ പ്ലാനിങ്. പിന്നെ കാണുന്നത് ഈ പറഞ്ഞ പോലെ 15 ടാസ്കിൽ നിന്ന് 8 ടാസ്ക് ആക്കി, അതിൽ ലീഡിൽ 100 ഞാൻ ലാസ്റ്റ് ടാസ്ക് ജയിച്ചാലും എനിക്ക് മാക്സിമം ലീഡൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പുറത്തായി. അത്രയ്ക്ക് ഒരു കുറച്ച് എനിക്ക് തോന്നിയത് ലൈക്ക് അയ്യോ കുറച്ചും കൂടി ടാസ്ക് ഉണ്ടാവും, ഷുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് ദേർ വർ മോർ ടാസ്ക്സ് ഐ ഫെൽറ്റ്. അപ്പോൾ അങ്ങനെ സ്മോൾ അൺഫെയർ. പക്ഷേ എന്നാലും 86 ഡേയ്സ് കറക്റ്റ്. 86 ഡേയ്സ് ചെറിയ സാധനം അല്ല. കുഴപ്പമില്ല, ഇങ്ങനെ നിന്നു. അതിന്റെ പ്രഷർ കുക്കർ മതിയായിരുന്നു. എല്ലാവരും ഇങ്ങനെ പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക വീട്ടില്. ഈ പറഞ്ഞ കണ്ടന്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഐ വിൽ ബി വെരി ഓണസ്റ്റ് യു, കണ്ടന്റിന്റെ പേരിൽ ഞാൻ ഈ വീട്ടിലൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ കണ്ടന്റ് പറഞ്ഞാൽ എന്താ, രണ്ടുപേര് സംസാരിക്കുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കണ്ടന്റ് ആണ്. പക്ഷെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് ഞാൻ ആരോട് പോയിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും വരുമ്പോൾ ഞാനത് റിപ്ലൈ കൊടുക്കുമ്പോൾ കോമഡി കാരണം കണ്ടന്റ് ആവണതാ. സോ ഞങ്ങൾ ഈ വീട്ടിൽ ഞാൻ ഇപ്പോൾ അനീശ്വരൻ പറയും ഞാൻ ഈ വീട്ടിൽ ജീവിക്കുവാണ്, ഞാൻ ഇവിടെ ജീവിച്ച് പോവാണ്, അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാനും ജീവിക്കുവാണ്, പക്ഷെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ജീവിക്കുവാണ്. അപ്പം ഇങ്ങനെ പോലത്തെ ഈ ജീവിക്കുവാണ്, കോമൺ ആണ്, ഭയങ്കര പാവമാണ്, അങ്ങനെയൊക്കെ പോർട്രേറ്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ഗെയിമേഴ്സ്, ടു ബി ഓണസ്റ്റ്. അതൊരു ക്വാളിറ്റി തന്നെയാണ്. പുള്ളി നല്ല ഗെയിമറാണ് അനീഷ്. അപ്പോൾ പുള്ളി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് പുള്ളി പറയണത്. ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ, ബിഗ് ബോസ് ഇതൊക്കെല്ലാം സുപ്രഭാതം ഇതൊക്കെല്ലാം ഗെയിമിന്റെ ഭാഗമാണ്. അപ്പൊ നല്ല ഗെയിമർ എന്ന് വിളിക്കാം. പക്ഷെ പുള്ളി ജീവിക്കണോന്ന് ഹീസ് ലിവിംഗ് എന്ന് പറയാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ബിക്കോസ് ലിവിംഗ് എന്ന് പറഞ്ഞ ആൾക്കാർ ഞാനൊക്കെ അവിടെ ഐ ഹവ് ബീൻ ലിവിംഗ് ഇൻ ദാറ്റ് ഹൗസ്. ഐ ഹവ് നോട്ട് ബീൻ പ്ലേയിങ് എനി ഗെയിം ഓർ സ്ട്രാറ്റജി. എൻ്റെ എന്താണ് ക്യാരക്ടർ, ഞാൻ അത് കീപ്പ് അപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ഫൈറ്റ് ചെയ്യും, ആംഗ്രി ആവും, അതായത് ഞാൻ ഓക്കെ ആവും. അത് ഞാൻ അങ്ങനെയാണ്. ഇപ്പം ഞങ്ങൾ തമ്മിലും ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ മസ്താനി. പക്ഷേ ഞങ്ങൾ രാത്രിയൊക്കെ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആകുമ്പോൾ നമ്മൾ സംസാരിക്കും, എടാ ഇങ്ങനെയാണ്, കോമഡി പറയും, എടാ നീ പോയി അവിടെ ചെയ്യടാ. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ബിഗ് ബോസ് പോകേണ്ടത്. ഗെയിം തീരുമ്പോഴും ഫൈറ്റ് തീരുമ്പോൾ എല്ലാം ഓക്കെ ആവേണ്ടതാ. ഇപ്പം എന്നെ ട്രോൾ ചെയ്തു ആൾക്കാർ, ആരെയും അനുമോളെ കെട്ടിപ്പിടിച്ചില്ല, അനുമോളെ ഇഗ്നോർ ചെയ്ത്. അത് സത്യം പറയാൻ ഞാൻ ഷാനവാസിനെ കണ്ടില്ല, അനുമോളിനെ കണ്ടില്ല. അവിടെ എനിക്ക് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം ഞാൻ ആൾക്കാരെ കണ്ടില്ലായിരുന്നു.
അവിടെ ഞാൻ ബ്ലാങ്ക് അടിച്ചിരിക്കുകയാണ്. ആര്യൻ യു ആർ എവിക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആര്യനോട് വെയിറ്റ് ചെയ്യണം ഇങ്ങനെ വരാൻ വേണ്ടി തന്നെ. അപ്പം ഞാൻ ആ സമയത്ത് ഭയങ്കര ബ്ലാങ്ക് ആണ്. ഞാൻ ഗൈസ് നിങ്ങൾ അടിപൊളിയായിട്ട് കളിക്കുക, കാണുന്ന കൈകൾ ഞാൻ കൈ കൊടുത്തു. എനിക്കിനി നോക്കാൻ പറ്റില്ലല്ലോ ആർക്കെ ഞാൻ കൈ കൊടുക്കാത്ത, നിങ്ങളെ കൈ കൊടുക്കാം, അങ്ങനെ അത് നാച്ചുറൽ അല്ലല്ലോ. ഞാൻ ഇങ്ങനെ ഡെസ്പായിട്ടിരിക്കുമ്പോൾ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അനീഷേട്ടാ, മറക്കൂല, പോട്ടെ, സാരില്ല. എനിക്കിങ്ങനെ കരയാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ അയ്യോ എന്തിനാ കരണ്ടേ, സ്ട്രോങ് ആയിട്ട് പിടിക്കാൻ ഇല്ല. ഇനി ഇപ്പം എന്ത് സിമ്പതി പിടിക്കാനാ, അത് ഇപ്പം എന്തിനാ സിമ്പതി ആൾക്കാരുടെ, അന്ന് വേണ്ട വെച്ചാൽ ഞാൻ കരയില്ല, പോട്ടെ, ഔട്ടിലേ ആയുള്ളൂ. ആ മൈൻഡിൽ ഇങ്ങനെ പുറത്ത് പോയപ്പോൾ പിന്നെ കാണുന്ന ട്രോൾ ഇതാണ്. മറ്റേ അനുമോളുടെ ആ മുഖത്ത് ജോക്കർ കേട്ടിട്ട് അതിൽ ഞാൻ പർപ്പസ് ചെയ്തിട്ടില്ല. സാഡ് വീഡിയോസ് ഒക്കെ ഞാൻ പിന്നെ വെച്ചു അയ്യോ പാവ അനുമോൾ, ഞാൻ ആക്ച്വലി കൈ കൊടുക്കാൻ മറന്നുപോയി. അത് അറിഞ്ഞിട്ടല്ല ചെയ്തത്, അറിയാണ്ട് ചെയ്തതാണ്. പക്ഷെ ഇതൊക്കെ എല്ലാം പുറത്ത് മാസം വന്നിട്ടുണ്ട്. മസ്താനിയുടെ ആ ഒരു ഡാൻസും പുതപ്പുണ്ടോ? നീ ആക്ച്വലി ആര്യൻ ഇപ്പം ബിഗ് ബോസ് സീസൺ 7 എല്ലാ മൈൽ സ്റ്റോണിലും ആര്യനുണ്ട്. ഇപ്പൊ ഫസ്റ്റ് ടാസ്ക് മുതൽ ഓരോ ഫിസിക്കൽ ടാസ്കിലും ആര്യനാണ് ലീഡ്. ബാക്കി എല്ലാവർക്കും പേടിയായിരുന്നു ആര്യൻ ഉണ്ടോ എന്നുള്ളൊരു സാധനം. അതേപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 7 ഹയസ്റ്റ് TRP കിട്ടിയത് എന്റെ എവിക്ഷൻ എപ്പിസോഡിലാണ്. നിന്നെ മറക്കില്ല, ആരെ പറഞ്ഞാലും ആൾക്കാരൊക്കെയാണ്. നീ കാരണം എടാ മെമ്മറീസ് നമുക്കൊന്ന് എൻട്രി ചെയ്താലോ അങ്ങനെ. ഐ ലവ് യു മസ്താനി. താങ്ക് യു. സോറിടാ, മറ്റേതും കൂടെ പറ. ഇതിന്റെ നമുക്ക് ആക്ച്വലി ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എന്താ ഇത് മറ്റേ മസ്താനി പോയപ്പോ ഞാൻ ഡാൻസ് കളിച്ചു. സോറിടാ. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളത് നോർമൽ എവിക്ഷനാ, പുറത്ത് ഞാൻ എയർലായിരുന്നു. നിന്റെ ആ ഒറ്റ ഡാൻസ് അതിന്റെ ഇത് ഞാൻ പറയാം. സോ എനിക്കുണ്ടല്ലോ ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രമായിരുന്നു തെറി. നീ ആ ഡാൻസ് കളിച്ചതിന് ശേഷം തമിഴ്, തെലുങ്ക്, ഹിന്ദി, എനിക്ക് ഹിന്ദിയില് മെസ്സേജ് വരും, ഇല്ല തെലുങ്കിലൊക്കെ മെസ്സേജ് വരും. ഞാൻ എന്നിട്ട് ലവ് ഒക്കെ ഞാൻ വിചാരിച്ച സ്നേഹം കൊണ്ടാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പച്ചത്തറിയോ. പക്ഷെ ഞാനിപ്പോ പാൻ ഇന്ത്യൻ സ്റ്റാറാ. എന്റെ പേരിൽ ഫുഡ് ഉണ്ട്, എന്റെ പേരിൽ ആ ഒരു അത്ര റീച്ച് കിട്ടിയ ഒരു മൊമെന്റിന് നീ ഒരു പാർട്ടാണ്. വെൽക്കം ഡാ. എന്താ പറയാ, ഇപ്പൊ ഇടക്കിടക്ക് എന്റെ മുഖം ഇങ്ങനെയൊക്കെ വരുമ്പോ ഞാനൊക്കെ ഇപ്പൊ നിന്റെ ഒരു ഹൊറർ മെമ്മറി ആയി പോയില്ലേ. പിന്നെ പക്ഷെ ഞാൻ ഇതിന്റെ കാരണം പറയാം. സംഭവിച്ചാൽ നിനക്ക് അറിയാലോ എക്സാക്ട്ലി. ചോദ്യം ഉണ്ടോ, അപ്പാനയുടെ എവിക്ഷനിൽ ഈ സാധനം ആയിരുന്നു. അപ്പൊ നമ്മള് നോർമലി ബിഗ് ബോസിൽ എങ്ങനെയാ ഒരു ടാസ്ക് കഴിഞ്ഞ ആ സാധനം ബിഗ് ബോസ് വീട്ടിൽ വെച്ചാൽ സംഭവിക്കില്ല. ഇതെങ്ങനെ പോസ്റ്റിന്റെ മേളിൽ ആ സമയത്ത് കളിച്ചു. ഞാനിങ്ങനെ ആ മാസ്ക് പുള്ളി പോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിഷമത്തിലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അക്ബറെ നീ ദൂരെ നിന്ന് കുറച്ചും കൂടി കൂടുതൽ കറഞ്ഞു, അപ്പോൾ ഫോക്കസ് എല്ലാം അവിടെ ആയിരിക്കും ക്യാമറയുടെ. ഞാൻ ഈ മാസ്ക് എടുത്തിട്ട് ഓടിപ്പോയിട്ട് അതാ പറഞ്ഞാൽ എങ്ങനെ ഫുൾ കരയണത്. അപ്പം ഞാൻ അപ്പാണി ആവട്ടെ, അപ്പം ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ. പിന്നെ ആ സമയത്ത് നീ ജസ്റ്റ് വന്നേ ഉള്ളൂ വീട്ടിൽ. അപ്പം നിന്നോടെങ്കിൽ അങ്ങനെ വലിയ ബോണ്ടൊന്നും ആയിരുന്നില്ല. ഇഷ്ടമില്ല അങ്ങനൊന്നുമില്ല. ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. I don't know you. It's not that I like you, I don't like you. I don't know you. അപ്പോൾ ജസ്റ്റ് വന്നപ്പോൾ തന്നെ മസ്താനി വന്നിട്ട് എന്തോ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നില്ലേ എൻ്റെയും ജിസൈലിൻ്റെ പുതപ്പ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ഒരു 1% എനിക്ക് വേണ്ടി മസ്താനി ഒരു നെഗറ്റീവ് ആയിരുന്നു. മസ്താനി എന്തിനാ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം അനുമോളെ, ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ വീട്ടിൽ, അവൾക്കൊന്നും അറിയില്ല അവളെന്തിനാ അമ്മൻ്റെ അനുമോളെ സപ്പോർട്ട് ചെയ്യണത്. പക്ഷെ അവിടെ നിന്ന് ഈ ഇഷ്യൂ വന്നു, അപ്പാണി ഔട്ടായി. അപ്പോൾ അപ്പാണി ഔട്ടായി ഞങ്ങളിങ്ങനെ ഡെസ്പായിട്ടിരിക്കുക. അവിടെ എനിക്ക് മസ്താനി ഐം നോട്ട് അഗൈൻസ്റ്റ് യു, ഐം സ്റ്റിൽ ഗെയിം അല്ലേ, സാരില്ല. അവിടെ വന്നിട്ട് അവൾക്കും ഹൈപ്പ് വേണ്ടി വരുമ്പോൾ വൈൽഡ്കാർഡായിട്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ കുഴപ്പമില്ല സാരില്ല പോട്ടെ എന്നൊക്കെ. പിന്നെ മസ്താനി പോയിട്ട് ക്യാമറ പറഞ്ഞു അപ്പാണി ഔട്ടായി, താങ്ക് യു പ്രേക്ഷകരെ. പക്ഷെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അടുത്ത വീക്ക് ഞാൻ ഔട്ടായാലും കുഴപ്പമില്ല. അതും പറഞ്ഞു. ആരും നിന്നെ ട്രോൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, പേടിക്കണ്ട. അപ്പോൾ മസ്താനി ഇങ്ങനെ ഇതായി, മസ്താനി താങ്ക് യു ഗൈസ്, അപ്പോൾ അപ്പാണി ഔട്ടായി. അപ്പോൾ ഞാനിങ്ങനെ സാഡായിട്ട് ഇങ്ങനെ കിടക്കാം. പിന്നെ ഞാൻ കേട്ടു
നമ്മുടെ ഒരു ഫ്രണ്ട് പോയി കഴിഞ്ഞിട്ട് മസ്താനി ഇങ്ങനെ ഹാപ്പി, നീ മാത്രം ഹാപ്പി ആയിട്ടുള്ള വീട്ടിൽ ഫസ്റ്റ് ടൈം. അതാ യുവർ റിയൽ, അതല്ലേ പറഞ്ഞേ, യുവർ റിയൽ ആണ്. പക്ഷെ ഒരു പ്രഷർ കുക്കറാണ് ആ വീട്. എല്ലാവരും കളിക്കണത് ഇമോഷൻസ് വെച്ചിട്ടാ. സാഡ്നെസ്, കരച്ചൽ, ഡെസ്പ്, ആൻസൈറ്റി, ഡിപ്രഷൻ. അതിൽ നീ ഭയങ്കര ഹാപ്പി ആകെ എന്നൊക്കെ. അപ്പൊ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണല്ലോ ആ സമയത്ത്. പിന്നെ ഞാനൊക്കെ പറയണു, എടാ ഈ മസ്താനിക്ക് ഈ പറഞ്ഞ വിഷമമൊന്നും മനസ്സിലാവില്ല, ഇവൾ ഇപ്പോഴും വന്നോളൂ, അവൾക്ക് എന്താ അറിയാം എൻ്റെ നിന്റെ അപ്പാണിയുടെ ബോണ്ട്. അവൾ കാണിച്ച് ഭയങ്കര ബോറായി പോയി. അക്ബറെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞു ഇനി മസ്താനി പോകുമ്പോൾ ആ മാസ്ക് മാറ്റി വെക്കാം. മസ്താനി പോകുമ്പോൾ ഞാൻ ഡാൻസ് കളിക്കാൻ പോലെ ഒരു കോമഡി രീതിക്ക്. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ മാസ്ക് എടുത്തിട്ട് വച്ചു. പിന്നെ അതെല്ലാം ദൈവം കേട്ടിട്ട് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് മസ്താനിനെ എവിക്റ്റ് ആക്കി. അപ്പം ഞാൻ എവിക്റ്റ് ആക്കിയപ്പോൾ നീ ഇങ്ങനെ പോവാ, ഇങ്ങനെ മറ്റേ ക്വീൻ ഓഫ് ഇംഗ്ലണ്ട് പോലെ നീ ഇങ്ങനെ ക്വീൻ മാതിരി പോവാ. ഓ ബിഗ് ബോസ് ഒക്കെ പോട്ടെ, ഐ എം ഗോയിങ് ലൈക്ക് എ ക്വീൻ. അപ്പൊ ഞാൻ ഇത് കണ്ടിട്ട് ജിസേൽ മാസ്ക് കൊണ്ടുപോവാ എടുത്ത് മാസ്ക് എടുത്ത് ഞാൻ ഡാൻസ് ചെയ്തു. ഡാൻസ് ചെയ്തിട്ട് അക്ബർ പറയാം, എടാ ചെയ്യില്ലേ പുറത്ത് ഭയങ്കര ബാഡ് അടിക്കും എന്നൊക്കെ. ഞാൻ അവനെ പുറത്തേക്ക് എന്താണ് ആവട്ടെ ഇടിച്ചിട്ട് പുള്ളി പറയുന്നത് എനിക്ക് ബാഡ് അടിക്കും പുറത്ത്. എനിക്കൊരു ഇമോഷൻ ഇല്ല, ഒരു ഇമ്മച്ചോറാണ്, എന്താ പയ്യനാണ്, മണ്ടറാന്നൊക്കെ പറയുന്നത്. ഞാൻ പുറത്ത് ഫുൾ നെഗായി പോകുന്നൊക്കെ അക്ബർ പറയുന്നു. അപ്പൊ ഞാൻ 3-ാം സ്റ്റെപ്പ് ചെയ്യപ്പോ ശരിയാണല്ലോ, ഇത് ഞാൻ കുറച്ച് ജോഷിലായി പോയതാ. ഞാൻ മാസ്ക് കൂറി, ഞാൻ ബായ് മസ്താനി ബായ് നീ അപ്പാണിക്ക് വന്നില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പാണിക്ക് എങ്ങനെയാ ഫീൽ ആയത് പുറത്ത് പോയപ്പോ. ഞാൻ നിന്നെയും കൂടി ഒന്ന് അതിന്റെ ഒരു ജിസ്റ്റ് തരാം. ലൈക്ക് നമ്മൾ എവിക്റ്റ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബാഡ് ഫീൽ ആവും അല്ലേ? ബാഡ് ഫീൽ ആവില്ലേ കുറച്ചൊക്കെ? അല്ല അങ്ങനെയല്ല, കുറച്ച് ഇഷ്ടമായി, പക്ഷെ എവിടെയോ ഒരു അതെ. അപ്പൊ ഞാൻ നിന്നോട് പറഞ്ഞില്ല ഡാൻസ് ചെയ്യുന്നൊക്കെ. അപ്പൊ അങ്ങനെ തന്നെ ഡാൻസ് ചെയ്ത് ഞാനിങ്ങനെ പുറത്ത് പോയി. പിന്നെ എല്ലാരും പറയുന്നു വീട്ടിലെടാ നീ എന്താണ് കാണിച്ചേ. പക്ഷെ ചില ഗേൾസ് ഒക്കെ ഹാപ്പി ആയിരുന്നു കേട്ടോ, എല്ലാരും ഹാപ്പി ആയിരുന്നല്ലേ. അപ്പൊ അത് പൊളിച്ചു പറഞ്ഞ കാരണം ഇത് ഭയങ്കര പോസിറ്റീവായി വന്നു. ഇല്ലെങ്കിൽ എനിക്കായിരുന്നു പുറത്ത് നെഗ് 100%. അതുകൊണ്ട് ഞാനിങ്ങനെ രക്ഷപ്പെട്ടു. കുറച്ച് വോട്ട്സ് ഒക്കെ എനിക്ക് കൂടി അവിടെ. താങ്ക് യു. ആക്ച്വലി പിന്നെ വന്ന കമന്റ്സ് ഒക്കെ ആര്യനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷെ ഈ ആക്ടറിന് ശേഷം വി ലവ് ആര്യൻ. എല്ലാ വോട്ടും ആര്യന്. enemy of an enemy is a friend എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ. ആയില്ലേ, അവസ്ഥ സെയിം ആയില്ലേ, നമ്മുടെ കർമ്മ അങ്ങനെ. സോ ഇതെല്ലാം ഫണ്ടിൽ ചെയ്ത സാധനങ്ങളൊക്കെയാണ്. ഞാൻ പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സൈബർ ബുള്ളിങ് കാരണം മസ്താനിക്ക് നല്ല ഇത് നെഗ് അടിച്ചിട്ടുണ്ട്, നല്ല ബാഡായി വന്നിട്ടുണ്ട്. സോ ഐ എം എക്സ്ട്രീംലി സോറി. ഐ വാണ്ടഡ് ടു ടെൽ യു ദാറ്റ് ഞാൻ ഇതൊന്നും ഒരു ഇൻറ്റൻഷനിൽ ചെയ്തതല്ല. ഞാൻ ഇത് അപ്പാണിയുടെ റിവെഞ്ചും ഒരു ഫണ്ണായിട്ട് ചെയ്യുന്ന രീതിക്ക് ചെയ്തതാണ്. പക്ഷേ ഇത് പുറത്ത് വന്നത് ഭയങ്കര ഒരു വൈറലായത് ഭയങ്കര ബാഡായിട്ടാണ്. സോ ഐ എം അഗെയിൻ അപ്പോളജൈസിങ് ടു യു. എൻ്റെ വക എന്തെങ്കിലും അങ്ങനെ ബാഡായി വന്നിട്ടുണ്ടെങ്കിൽ ഇഫ് ഐ ഹാവ് ടോൾഡ് സംതിങ് ബാഡ് ടു യു ഓൾസോ, എക്സ്ട്രീംലി സോറി. ഇതൊരു ഗെയിം ഷോ ആണ്, ഷോയുടെ ഭാഗമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു. ഐ വാണ്ട് ടു കീപ് ദ റാപ്പോ വിത്ത് എവരിവൺ ഇൻ എ വെരി ഫൺ വേ. ഇറ്റ്സ് ഓക്കേടാ. താങ്ക് യു ഡാ. ആക്ച്വലി ഇതാണ് മസ്താനി കണ്ടുപഠിക്കുന്നത്. ഡാൻസ് ചെയ്താൽ പോയി സോറി പറയാൻ പഠിക്കണം. നിങ്ങൾ പൈസ പറഞ്ഞില്ലേ ഇതിന് സോറി പറയാൻ? പൈസ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇന്റർവ്യൂ ഇസ് വിത്ത് യു ആഫ്റ്റർ ഐ ഡിഡ് ദ കൗമുദി ചാനൽ ചെയ്ത്. നെക്സ്റ്റ് ഇന്റർവ്യൂ വിത്ത് മസ്താനിയാണ്. ബിക്കോസ് എനിക്കത് എന്നോട് അരുൺ സണ്ണി വിളിച്ചു, പൂജ വിളിച്ച് പറഞ്ഞു, എടാ എന്താണ് മറ്റേ നമ്മുടെ ജാങ്കോ സ്പേസിന്റെ ചേട്ടൻ പറഞ്ഞു ആര്യൻ ഇന്റർവ്യൂ. ഞാൻ പറഞ്ഞു ഞാൻ മസ്താനിനെ കൂടെ ചെയ്യാം. ബിക്കോസ് ഇവരെല്ലാവരും എന്നോട് പറയുന്നു, എടാ നിന്റെ ആ ഒരു ആക്ട് മസ്താനിക്ക് നല്ല ബാഡ് അടിച്ചിട്ടുണ്ട്, നീ അത് നിന്റെ മൈൻഡിൽ എന്താ? ഞാൻ പറഞ്ഞു അയ്യോ ബാഡ് അടിച്ചാൽ നമുക്കത് ഓക്കെ ആക്കണ്ടേ, ഒരു കാര്യം ചെയ്യാം, ഈ ഇന്റർവ്യൂസ് എല്ലാം മാറിയിട്ട് നമുക്ക് ഇത് ചെയ്യാം. ലൈക്ക് ഐ വാണ്ടഡ് ടു ഹാവ് എ ടോക്ക് വിത്ത് യു. ഇതൊരു ഇന്റർവ്യൂ അല്ല, ഇതൊരു ടോക്ക് വിത്ത് കോ കണ്ടസ്റ്റന്റ് ആണ്, ഇൻ എ ഫോം ഓഫ് എൻ ഇന്റർവ്യൂ, വിച്ച് ഇസ് ഗുഡ്. ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് മോർ ദൻ എന്ത് ചെയ്തു വീട്ടിൽ അടിപൊളിയായിരുന്നു. ഇതായിരുന്നു കുറച്ചും കൂടി ഒരു ഫൺ പോകുന്ന ഒരു രീതി. നല്ലൊരു പക്ഷേ സൈബർ ബുള്ളിങ് ഭയങ്കര സീനായിരുന്നു കേട്ടോ, ടു ബി ഹോണസ്റ്റ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു എനിമീസിന് പോലും സൈബർ ബുള്ളിങ് കൊടുക്കരുത്. നമ്മൾ ഒരു പോയിന്റിൽ ചിലപ്പോൾ നമുക്ക് എന്തും സംഭവിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പോയായിരുന്നു. എനിക്ക് ഏകദേശം മനസ്സിലായി, നല്ല ബാഡ് ആയിരുന്നു ഇടയിൽ. പിന്നെ നമ്മളെ അങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ. പക്ഷെ മസ്താനിക്ക് ബാഡ് കുറച്ച് സൈബർ ബുള്ളിങ് ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു സൈബർ ബുള്ളിങ് ഞാൻ നന്നായിന്ന്. അങ്ങനെയല്ല അതൊരിക്കലും പറയില്ല. ഇല്ല, ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഈ വീട്ടില് മസ്താനിക്ക് വേണ്ടി ഞാൻ അധികം ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആയിരുന്നു, ഞാൻ ഒരു വില്ലനായിരുന്നു ഈ വീട്ടിൽ. അല്ല, ഞാൻ ഔട്ട് ആവുന്നതിന്റെ അന്ന് രാവിലെ ഞാൻ നിന്നോട് പറയില്ല, നിന്നെ കാണാൻ രൺബീർ കപൂറിനെ നമ്മുടെ തമ്മിൽ പ്രശ്നമില്ല. ഞാൻ നിന്നെ എവിക്റ്റും ചെയ്തിട്ടില്ല, നീ കണ്ടല്ലോ ആ ഡേയുടെ എവിക്ഷൻ. ഞാൻ നിന്നെ ഈ വീട്ടിൽ ഞാൻ എവിക്റ്റ് പോലും ചെയ്തിട്ടില്ല. എനിക്ക് നീ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് പ്രശ്നമില്ല, ഞാൻ നിന്റെ പേര് എവിക്ഷനിൽ ഇടാറുമില്ല എന്ന് ചെയ്യാറില്ല. പക്ഷേ ഇടാൻ പറ്റില്ല. നമ്മൾ ചെയ്ത എന്തൊരു ഫൺ ആക്ടിവിറ്റി അനുമോളിൽ പുഷൊക്കെ ചെയ്തിട്ട് ബാക്കിൽ തള്ളതാണ്.
നിങ്ങളുടെ കുറ്റം എനിക്ക്. അത് നിനക്ക് നന്നായി രക്ഷപ്പെട്ടു അവിടെ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഫണ്ണായിട്ട് ചെയ്യൂലേ. അപ്പോൾ എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ വീട്ടിലത്തെ വില്ലനും അല്ല. ഞാൻ ആരെ ക്രൂസിഫൈ ചെയ്യണില്ല, പ്രശ്നമാക്കണില്ല. എന്നിട്ട് ഞാൻ പുറത്ത് വന്ന 1 egg കുറച്ച് ഒരു പാർട്ട് ഓഫ് ഒരു ക്രൗഡ് നെഗറ്റീവ് ഇത് ചെയ്യാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പോസിറ്റിവിറ്റി ഉണ്ട്. പോസിറ്റിവിറ്റി ഉള്ളൂ ഇപ്പോ. വെൽക്കമിങ് ഒരു കണ്ടസ്റ്റന്റിന് അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ വരെ മാസ്ക് ഇട്ട് വന്നത് അറിയോ? ഞാൻ കൊടുത്ത മാസ്കിലൊക്കെ എടാ നീ ഫേമസ് ആയിട്ട് അവസ്ഥാനി. ഞാൻ പണ്ട് ഫേമസ് അല്ലടാ, ഇപ്പൊ പാനിന്റെ ലെവലാ. ഹിന്ദിന്നൊക്കെ ടെക്സ്റ്റ് എന്തിനാ പുള്ളിക്കാരി എന്താ ചെയ്തേനൊക്കെ. ഓക്കെ ഫൈൻ. അപ്പോ നമ്മൾ ബിഗ് ബോസ് പൊതുവെ എല്ലാരും പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസിൽ കരച്ചിൽ വേണം, അല്ലെങ്കിൽ കുറച്ച് മസാല വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ പൊതുവെ ഇപ്പൊ എല്ലാരും പറയുന്നത് അനുമോൾ കപ്പടിക്കും, അനുമോളെയാണ് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടം. എന്താ തോന്നുന്നത്? കുടുംബ പ്രേക്ഷകരുടെ വ്യൂ ഞാൻ കേട്ടു. ഞാൻ 2-3 സോഷ്യൽ മീഡിയ വീഡിയോ കണ്ടു. അനുമോൾ ജയിക്കണമെന്നുണ്ടോ? ആ തള്ളയൊന്നും ജയിക്കരുത്, എന്താണ് സദാചാരത്തിന്റെ പെൺകുട്ടിയാണത്. അത് കുഴപ്പമില്ല, എനിക്ക് പേടിയൊന്നുമില്ല. ഏരി പോകണോ അല്ലെങ്കിൽ ഇപ്പം ഗ്യാസ് പോകണോ എനിക്ക് പ്രശ്നമില്ല. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കുറെ കുടുംബ പ്രേക്ഷകർ ചേച്ചിമാരൊക്കെ വീഡിയോ ഉണ്ട്, ആ തള്ളയൊന്നും ജയിക്കരുത്. അപ്പൊ ഞാൻ വിചാരിച്ചു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടാവൂല അല്ലെ അനുമോളിനെ. പക്ഷെ പിന്നെ വേറെ സെക്ഷൻ ഞാൻ കാണുന്നു, അനുമോളിന് ഭയങ്കര ഇഷ്ടമുള്ള സെക്ഷൻ. അനുമോൾ ഇസ് ലവ്, 7 വർഷത്തെ സീരിയൽ എൻ്റെ തലയ്ക്ക് കയറി, അനുമോൾ എൻ്റെ ജീവിതമാണ്. അപ്പോൾ അനുമോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സപ്പോർട്ടേഴ്സും ഉണ്ട്, നല്ല നെഗറ്റീവും ഉണ്ട്. അപ്പോൾ അവളുടെ ഗെയിം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. പക്ഷേ ഷീ ഈസ് ഡൂയിങ് ഇൻ ഹെർ വേ, ഷീ ഈസ് ഡൂയിങ് ഗുഡ്. പീപ്പിൾ ആർ എൻജോയിങ് വാച്ചിങ് ഹർ എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി സാധനമാണ്. ഈ പറഞ്ഞ പോലെ ഞാനിവിടെ ആരെ അപ്പ് ആൻഡ് ഡൗൺ കാണിക്കാൻ വേണ്ടി അല്ല, എനിക്ക് പൊതുവെ എല്ലാവരും ഇഷ്ടമാണ്. ആ വീട്ടിൽ ഇപ്പോഴും എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് അനുമോള് ഭയങ്കര ഇഷ്ടമാണ്. ഷീ ഈസ് എ നൈസ് ഗേൾ ആക്ച്വലി. ഗെയിമിന്റെ ഭാഗത്തിൽ അതെ, ഗെയിമിന്റെ ഭാഗത്തിൽ കാണിക്കുന്ന ഈ പറഞ്ഞ തക്കാളി എന്റെയാണ്, തക്കാളി നിന്റെയാണ്, എന്ത് ഫൈറ്റ് അത് പുറത്ത് നമ്മൾ ഇറങ്ങിയാൽ അതിന് വേണ്ടി ഫൈറ്റ് ഫുഡിനല്ലേ? ഫൈറ്റ് ഫുഡിനാ. അടുക്കള എന്ന് പറഞ്ഞ ഒരു WWE റിംഗ് ആണ്. അവിടെ കയറിയ പിന്നെ ഫുൾ ടാഗ് ടീം കോമ്പറ്റീഷനും പിന്നെ മാവും ഇതും ഫുൾ ഫൈറ്റ് ആണ്. പക്ഷെ ഫസ്റ്റ് ടൈമിലേ ഇപ്പം ഞാൻ വരുന്നതിന് മുന്നേ നമ്മൾ പുറത്തുനിന്ന് കാണുമല്ലോ ഗെയിം. അപ്പൊ ആദ്യത്തെ ആ കുറച്ച് വീക്സ് ഒക്കെ നൈസ് ആയിട്ട് ഒരു ലവ് ട്രാക്ക് ഓടിക്കാൻ നോക്കിയിരുന്നു അനുമോള്. സത്യം പറഞ്ഞാൽ ലവ് ട്രാക്ക് പിടിക്കാനല്ല നോക്കിയത്, ഒരു കോംബോ ഇല്ലെങ്കിൽ അവൾക്ക് എന്നോട് സംസാരിക്കുമ്പോൾ ഒരു ഫണ്ണായിട്ട് തോന്നി അവൾക്ക്. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് എടാ പാൽകുപ്പി ആര്യ അങ്ങനെ സംസാരിക്കായിരുന്നു. പിന്നെ ഞാനും ജിസയിലും കുറച്ചും കൂടി ക്ലോസ് ഫ്രണ്ട്സ് ആയപ്പോൾ അവിടെ ഒരു ഡ്രിഫ്റ്റ് ഓഫ് അനുമോൾ ഫ്രം ആര്യൻ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ തോന്നിട്ടാ, ഇത് കറക്റ്റ് ആവണമെന്നില്ല, എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ വീട്ടില്. അപ്പൊ അങ്ങനെ പോസസീവ് ചിലപ്പോൾ ആയിട്ടുണ്ടാവും. എനിക്ക് ഹൗ ഡസ് എ ഗേൾ തിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഡീപ്പായിട്ട് അറിയില്ല, പക്ഷെ തോന്നി അങ്ങനെ. ചിലപ്പോൾ അങ്ങനെ അതായിരിക്കും കാരണം. ഇത്ര അടിപൊളി ഫ്രണ്ട്സായ ഞാൻ അനുമോളുടെ കൂടെ സഡൻലി അവൾ കുറച്ച് അഗേൻസ്റ്റ് ആയി. പക്ഷെ എന്നിട്ടും ഞാൻ അനുമോൾ നല്ല ഫ്രണ്ട്സാണ് ഇപ്പോഴും. ലൈക്ക് വി ആർ ഗുഡ് റാപ്പോ ഇൻ ദ ഹൗസ്. ആ കയറിൻ്റെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ ഫൺ ചെയ്ത് കളയും. എനിക്ക് ഫണ്ണാണ് ഇഷ്ടം, അവൾക്കും ഫണ്ണാണ് ഇഷ്ടം. സോ വി മേക്ക് ഇറ്റ് ഫൺ, വി ഡോണ്ട് ഫൈറ്റ് എ ലോട്ട്. അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ പൊതുവെ എല്ലാവരോടും ഒരു ഐ ലൈക്ക് എവറി വൺ. ബട്ട് അക്ബർ ഐ ഫീൽ ഇസ് എ നൈസ് ഗൈ. നമ്മള് ആൾക്കാർ പറയും അവൻ എന്താണ്, അവൻ സംസാരിക്കുന്ന രീതി ഭയങ്കര മോശമാണ്. പക്ഷേ അക്ബർ മാൻഡ്രേക്ക് ആണെന്നൊക്കെ ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട്. എന്താണ് ലൈക്ക് മാൻഡ്രേക്ക്, അതായത് അക്ബറിന്റെ കൂടെ ഉള്ള ആളുകളെ എല്ലാവരും പോകുന്നുണ്ട്. അതിൽ എനിക്ക് പ്രശ്നമില്ല. ബിക്കോസ് നമ്മള് ഫ്രണ്ട്സ് എങ്ങനെയായാലും നമ്മളെ ഫ്രണ്ട്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഫ്രണ്ട്സ് ആയിട്ടാണ്, നെഗറ്റീവ്സും പോസിറ്റീവ്സ് നോക്കിയിട്ടല്ല. എനിക്ക് പൊതുവെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത അക്ബറിനെ ഒരു ഫ്രണ്ട് ആയിട്ടാണ്. അപ്പോൾ അവൻ ചെയ്യുന്ന നെഗറ്റീവ്സ് ആയാലും പോസിറ്റീവ്സ് ആയാലും ഐ എം ഓക്കെ വിത്ത് അക്സെപ്റ്റിംഗ് ഇറ്റ്. ബിക്കോസ് ദാറ്റ് ഇസ് മൈ ഫ്രണ്ട്ഷിപ്പ്. അതർവൈസ് നോട്ട് ഫ്രണ്ട്ഷിപ്പ്, അതർവൈസ് അത് ഗെയിമാണ്. ഞാൻ അയാളൊരു ഫ്രണ്ടായിട്ട് അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്ത കുറ്റങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ആവില്ല. ഒരു ഇമോഷണല്ലേ, ഒരു ഹ്യൂമനല്ലേ നമ്മൾ, അതല്ല ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു അക്ബർ കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ആയിരുന്നു എല്ലാം കൊണ്ടും അല്ലേ. അക്ബറിന്റെ പാരഡി സോങ്സ് ഒക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. എനിക്ക് പറഞ്ഞാൽ നന്നായിരുന്നു. അക്ബർ ആക്ച്വലി സത്യം പറഞ്ഞാൽ എന്നെ ഭയങ്കര ബൂസ്റ്റ് ചെയ്യാറുണ്ട്, ഞാൻ അയാളും ബൂസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ റാപ്പും അങ്ങനെ പോകുന്നത്. അതുപോലെ എനിക്ക് ഭയങ്കര ആൻസൈറ്റി. ഞാൻ പോടാ അക്ബറെ വിടറ, ഒരു ഗെയിമല്ലേ, നാളെ തീരും, വിട്, എനിക്ക് ടാസ്കിലേക്ക് ഫോക്കസ് ചെയ്യും. എടാ അതിൽ എൻ്റെ പാവ അടിച്ച് മാറ്റിയിട്ട് പോയി. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു അക്ബർ ഇതിലൊക്കെ കരയില്ലട്ടാ, പുറത്ത് 1 ട്രോളായി പോകും. പാവ അടിച്ച് മാറ്റി കാരണം അക്ബർക്ക് കരയുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര പോരായി പോകും. നീ കരയല്ലേ, അവൻ കരഞ്ഞു. പാവ അടിച്ച് മാറ്റി അതിലാന്ന് പറഞ്ഞപ്പോ അതെന്ത് കോമഡി. ഇത്ര വലിയൊരു വീര മനുഷ്യൻ പാവ അടിച്ച് മാറ്റിയപ്പോ കരഞ്ഞോണ്ടിരിക്കും. കുറ്റം പറയാം, അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഗെയിമാണ് ആക്ച്വലി. അവിടെ അതിലെ കുറച്ച് ആണോ ആരാ എടുത്തേന്നൊക്കെ വാണ് അഭിനയം കാണുന്നില്ല അല്ലേ ഓ എന്നൊക്കെ എനിക്ക് അവിടെ മനസ്സിലായി. അവിടെ 50 രൂപയുടെ ഓവർ ആക്ടിങ് കണ്ടപ്പോൾ മനസ്സിലായി അവൾ തന്നെ അടിച്ചു മാറ്റി എന്നൊക്കെ. ഞാൻ അതില ഇടിരിക്കും നീ എടുത്തേന്നൊക്കെ. ഇത് നമ്മുടെ അനുമോളുടെ കാര്യം പറയുമ്പോൾ
ജസ്റ്റ് ഷെയ്ക്കാണ്ട് കൊടുത്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഓൾറെഡി ഹൗസിൽ ഇപ്പം ഞാനും കണ്ടിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടിക്കും, അവളും അടി ഉണ്ടാക്കും, നീയും പോവും, പിന്നെ നിങ്ങളും മിണ്ടും. ഒരു ടോം ആൻഡ് ജെറി വൈബായിരുന്നു. അല്ല മസ്താനി ഈ വീട്ടുണ്ടെങ്കിൽ ഞങ്ങളും അങ്ങനെ തന്നെ ആയേനെ. എനിക്കറിയില്ല, ഞാനൊന്നുമല്ല പുറത്താക്കിയത്, പ്രേക്ഷകരുടെ വിധി. അതെ, പ്രേക്ഷകരുടെ വോട്ട്. സംശയമുണ്ട് സംശയത്തിലൊക്കെ ശരിയല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? അറിയില്ല. അപ്പൊ മസ്താനി ഉണ്ടെങ്കിലും ഞാനും മസ്താനി തമ്മിൽ എല്ലാ ദിവസവും ഫൈറ്റും എല്ലാ ദിവസവും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാനെ. ബിക്കോസ് ഫൈറ്റ് ഉണ്ടാവുമ്പോ ദാറ്റ്സ് ഒരു സ്വാഭാവികമാണ്. ഇങ്ങോട്ടും അങ്ങോട്ട് ഹേറ്റഡ് ഉണ്ടാവും. പിന്നെ ഒരു 1-2 hours ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ മോർ നോക്കുമ്പോൾ തിരിച്ചു പോകില്ലേ? അങ്ങനെയാണ് ഞാൻ, അങ്ങനെയാണ് അനുമോളും. ഇടയ്ക്ക് ഫൈറ്റ്, ഇടയ്ക്ക് ഹാപ്പി. പക്ഷെ പേഴ്സണലി ഐ ലൈക്ക് ഓൾ കണ്ടസ്റ്റൻസ്. അനുമോളും നല്ലൊരു കുട്ടിയാണ് ആക്ച്വലി. ആ കൊറേ വിളിച്ചിട്ടുണ്ട് കോഴി, നീ പോടാ കോഴിന്ന്, അമ്മ കോഴിന്നൊക്കെ. അതാണ് പുറത്ത് എനിക്ക് തോന്നുന്നു കോഴി വിളി ലൈക്ക് ഞാൻ അവളുടെ കൂടെ അങ്ങനെ ഫ്ലേർട്ട് ചെയ്യാനും പോയിട്ടില്ല ഒന്നും അങ്ങനെ. പക്ഷെ ഞാൻ ഈ ഗെയിം വരുമ്പോ അതിൽ ഞാൻ ഇങ്ങനെ കുറച്ച് ഫണ്ണാക്കാൻ വേണ്ടി അനുഭവം അത് കഴിഞ്ഞാണ് തന്നെ. പിന്നെ ഒരു നിങ്ങൾ വീഡിയോ കണ്ടോ? ഒരു വീഡിയോയില് അവൾ പൗഡർ ഇങ്ങനെ ഇട്ടിട്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കണത് അത് ഭയങ്കര ട്രോളായിട്ട് വന്നിരിക്കുക. മെൻഷൻ ദാറ്റ് ചങ്ക്, ഡീസന്റ് ചങ്ക് എന്നൊക്കെ. അതൊക്കെ ലൈക്ക് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഇത് ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഞാൻ ആരായനെ? ഞാൻ എന്നെ സോഷ്യൽ മീഡിയ എന്താ ആക്കിയാനെ? കൊല്ലും മാത്രല്ല, ഇവൻ ഏതാ പെൺകുട്ടി ഈ കയറൻ ടാസ്കിനിടയിൽ പൗഡറിന്റെ വലിയ ആവശ്യമുണ്ടോ? അത് ഇങ്ങനെ ഡ്രസ്സ്. പിന്നെ അവൾക്ക് ഞാൻ ഈ കയർ ടാസ്ക് നോക്കുമ്പോൾ ഡ്രസ്സ് മാറ്റണം, കുളിക്കാൻ പോണം, വാഷ്റൂമിൽ പോണം, ഇവിടെ പൗഡർ ഇടണം. ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ നോക്കി പോവില്ല അങ്ങനെ. നോക്കി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, സോറി, ഞാൻ ഉദ്ദേശിക്കുന്നത് നോക്കി പോകുന്നില്ല. സോറി, നോക്കി പോന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ മാറി. ഭാഗ്യം ദേവന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഞാൻ അനുമോളെ എന്താണ് നീ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ പൗഡർ ഇടല്ലേ? അതിന്റെ മൈൻഡിൽ അങ്ങനെയാ. ഞാൻ ചിരിച്ചിങ്ങനെ അങ്ങനെ മാറിയപ്പോ ജസ്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ഞാൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ അതൊക്കെ ക്ലോസപ്പ് എടുത്ത് മീഡിയയിൽ എല്ലാവരും ഈ കോഴി ഒരാള് പൗഡർ ഇടുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പ്രശ്നമാക്കിയാനെ. പക്ഷെ ഭാഗ്യമായിട്ട് രക്ഷപ്പെട്ടു. ഇതാണ് ബിഗ് ബോസ്. ഒരു സാധനം ചെയ്യുമ്പോൾ ഇന്റൻഷൻ ആവണമെന്നില്ല, പക്ഷെ ഒരു മൂവ്മെന്റിലായിരിക്കും മീഡിയ എടുത്ത് ട്രോൾ ചെയ്ത് കൊന്നു കളയുന്നത്. വേറൊരു കാര്യം പറഞ്ഞു, ഇപ്പൊ നമ്മള് പൊതുവെ ഇപ്പം ഗേൾസ് എന്ത് പറഞ്ഞാലും വലിയ സീനില്ല, ബോയ്സിന് എന്ത് പറഞ്ഞാലും. അനുമോള് വേറൊരു കാര്യം പറഞ്ഞു, നീ കുളിക്കുമ്പോ നിന്റെ കുളി സീൻ കാണണമെന്ന് എന്തോ പറഞ്ഞില്ലേ? ഞാൻ കുട്ടി എന്തോ ആയിരുന്നു. അപ്പൊ 28 പ്രായമുള്ള കുട്ടിയുടെ കുളി കാണുന്നത് ഇതിലും നല്ലതെന്ന് അങ്ങനെ എന്തോ. അങ്ങനല്ല അവള് പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ നിന്നെ കുളിക്കണം കാണുന്ന പോലെ മറ്റേ ഈ ഒരു ചെറിയ കുട്ടി ജനിച്ച് അല്ല അങ്ങനെ എന്തോ എന്തായിരുന്നു 28 എന്ന് പറഞ്ഞാൽ എന്താ? 28 ദിവസത്തിൽ കുളിപ്പിക്കാം. ഒരു സീക്രട്ട് പറയട്ടെ, ഞാനിവിടെ 85 ദിവസം ഉണ്ടായിരുന്നു ഈ വീട്ടില്. ഭയങ്കര കോൺഫിഡൻറ്റ് സംസാരിച്ചു, മലയാളമൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഇടയ്ക്കിടയ്ക്ക് എന്നെ ട്രോൾ അടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല വീട്ടില്. ഈ പറഞ്ഞ പോലെ എന്നെ ഇങ്ങനെ ആൾക്കാരെ ആക്കൂലേ മാങ്ങാണ്ടി മോരൻ സമയത്തൊക്കെ. എനിക്ക് ഈ ജോക്സ് ഒന്നും മനസ്സിലായിട്ടില്ല. ഞാനിങ്ങനെ ഇതെന്ത് എന്നെ ഇങ്ങനെ കോമഡി ലായിട്ടും പറയാ ആര്യൻ മാങ്ങാണ്ടി മോരൻ, അവിടെ ഞാൻ ഇങ്ങനെ ലാലേട്ടാ. അപ്പോഴും എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാനാണ് അവിടെ ട്രോളായത് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കിതെല്ലാം മനസ്സിലാവും പുറത്ത് വന്ന് കഴിഞ്ഞിട്ടാണ്. ഇവിടൊക്കെ ഞാൻ ട്രോൾ ആയിട്ടുണ്ടല്ലേ, മാങ്ങാണ്ടി മോരൻ, പിന്നെ ഏതാ ഈ പൊട്ടൻ, എന്നെ ആൾക്കാർ അവിടെ ട്രോൾ അടിച്ചിട്ടുണ്ട്. പുറത്ത് വന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്റെ അഗൈൻസ്റ്റ് ട്രോളാന്നൊക്കെ. അത് എനിക്കൊരു ഭാഗ്യം, ദൈവം കൊടുത്തൊരു ഭാഗ്യമാണ്. 80% എന്നെ അക്ബർ ആക്കാൻ നോക്കിയിട്ടും ആൾക്കാർ ട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും ഞാൻ ട്രോൾ ആയിട്ടില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല ട്രോൾ. ഞാനിങ്ങനെ ഓക്കെ യെസ് ഫണ്ണി അല്ലേ. ഞാൻ തന്നെയായിരുന്നു അതിന്റെ മെയിൻ മറ്റേ ഹീറോ ട്രോളുടെ ആ വീട്ടില്. എന്താ പറയാ, ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. അനു ഓൺ ദിസ് കോംബോ എന്നാണ്. ഇതെന്തരാ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ല? അനു ആര്യൻ കോംബോ, ആര്യൻ ജിസൈൽ കോംബോ, ആര്യൻ കോംബോ, എന്തൊക്കെയായിരുന്നു കുറെ കോംബോ പിടിച്ചത്. ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ ഏതായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ കോംബോ കണ്ടിട്ടല്ല ഞാൻ പിടിച്ചത്, ഞാൻ പിടിച്ചിട്ടേ അല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ചില ആൾക്കാരോട് ഇങ്ങനെ ചില ആൾക്കാർ എന്നോട് വരുമ്പോൾ ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകും. ഇപ്പൊ അനുവൊക്കെ ആണെങ്കിൽ ചൊറിയാൻ വന്നാലും കുറെ വന്നാൽ എന്നെ അവിടെ ഫോക്കസ് ചെയ്യും, ചൊറിയാനോ ഹാപ്പി ആവാനോ എല്ലാത്തിനും എല്ലാ സിറ്റുവേഷനിൽ. ഇപ്പോൾ അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ നല്ല കോംബോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കണ്ടന്റ് വൈസ് ഞാൻ പുറത്ത് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ കോംബോ അനുവിടെ കൂടെയാണ്. അനു നല്ല ഫണ്ണാണ് ഈ കാര്യത്തിൽ. അനു കുറച്ച് പ്രശ്നമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക്, പക്ഷേ ഈ കാര്യത്തിലൊക്കെ അനു പെർഫെക്റ്റാണ്, നല്ല ഫണ്ണാണ്. ലൈക്ക് കോമഡി അടിക്കും,
എടാ പാൽക്കുപ്പിന്നൊക്കെ വിളിക്കും, അപ്പോൾ എനിക്ക് തിരിച്ച് വിളിക്കാൻ തോന്നും. വിളിക്കാൻ തോന്നിയാലല്ലേ അകത്ത് കണ്ടന്റ് വരത്തുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ അനു നല്ലൊരു ഫൺ കണ്ടന്റ് ആയിരുന്നു. പക്ഷെ പേഴ്സണലി ചോദിച്ചാൽ ജിസയിലായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്. സോ അവളുടെ കൂടെ നിന്ന് എല്ലാം സമയം ഒരു കണ്ടന്റ് അല്ല, ഇറ്റ്സ് സംതിങ് പേഴ്സണൽ ടു മീ. എനിക്ക് അവളുടെ കൂടെ നിൽക്കുന്ന എല്ലാ മിനിറ്റ് വാസ് നോട്ട് ലൈക്ക് കണ്ടന്റ് എങ്ങനെ ആയിരിക്കും പുറത്തു എൻ്റെ ജിസയിൽ അല്ല. കണ്ടന്റ് വന്നാലോ വന്നില്ലെങ്കിലും ജിസയിലൂടെ ഞാൻ സമയം സ്പെൻഡ് ചെയ്യും. ദാറ്റ്സ് മൈ ഹാപ്പി പ്ലേസ്. പിന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്തു, സംസാരിച്ചു, ഇനി വരാൻ പോകണം, 4-ാം തീയതി കാണാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഈ റീ എൻട്രിക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ആരെ കാണാനാ? റീ എൻട്രിയിൽ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യണത് ഒരു മസ്താനി എന്ന് പറഞ്ഞ ആങ്കർ ഉണ്ട്. എങ്ങനെയെങ്കിലും അവളെ കണ്ടാൽ മതി. പിന്നെ ഞാനും മസ്താനിയും നമ്മൾ പ്ലാൻ ചെയ്യാം, മാസ്ക് ഇട്ട് എൻട്രി ചെയ്യാം, ആ ഒരു മാസ് പിടിക്കാം. ഞാൻ പക്ഷെ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ അല്ല വാടാ ഒറ്റയ്ക്കേ പോടാ ഞാൻ ട്രോള്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ ജിസയിലായിരിക്കും 100%. പിന്നെ റെന ഫാത്തിമനെ കാണുന്നുണ്ട്, ബിന്നീനെ കാണുന്നുണ്ട്, പിന്നെ ഷൈത്യ, എല്ലാവരും മിസ് ചെയ്യുന്നു. പക്ഷെ ഇവരൊക്കെയാണ് I want to see them very fast. ബാക്കി എല്ലാവരും മീറ്റ് ചെയ്തു. ഇപ്പോ ബിഗ് ബോസിൽ ഇപ്പോ കുറെ കാർഡുകൾ ഇറങ്ങുന്നുണ്ടല്ലോ. ഇപ്പോ അതായത് ഇപ്പോ വിധവ കാർഡ്, ജെൻഡർ കാർഡ്, വിമൻ കാർഡ്, അങ്ങനെ കുറെ കാർഡുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് വിമൻ കാർഡാണ്. അതില് ഈ അടുത്ത് എനിക്ക് തോന്നുന്നു എവിക്ട് ആവുന്നതിന്റെ കേട്ടു ആരിനെതിരെ കുറച്ച് കാർഡ് കേട്ടു. എന്താ എന്തിന് ബിഗ് ബോസ് പോകണം? നമുക്ക് പുറത്ത് എന്തോരം കാണാൻ കിട്ടും. അതല്ല ഞാൻ പറയണത്, ഞാൻ ഒരാളുടെ വയറ് നോക്കി എന്തോ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഞങ്ങളത് കണ്ടില്ല. ഞാനും കണ്ടിട്ടില്ല. നിങ്ങൾ കാണുന്നില്ല, ഞാൻ ചെയ്യേണ്ടത് അതിന് വേണ്ടി. ഞാൻ ചെയ്തല്ലേ നിങ്ങൾ കാണുമല്ലോ. ഇതൊന്നും ചെയ്തിട്ടില്ല ഞാൻ. ഒരു ലെസ്ബിയൻ പെൺകുട്ടിയുടെ വയറ് നോക്കി ഞാൻ എന്താ പൊട്ടനാ ഈ ഷോയില്? എന്നൊക്കെ കാണിക്കൂ ഞാൻ. അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ? ഏതെങ്കിലും ബുദ്ധി അല്ലെങ്കിൽ ബോധമുള്ള ആൾ ഈ ഷോ ഒരാളുടെ വയറ് നോക്കി അങ്ങനെ ചെയ്യുമോ? ചെയ്യില്ല മസ്താനി. ഇതൊക്കെ ഭയങ്കര നെഗാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇത് വുമൻ കാർഡൊന്നും അല്ല. ഇതെനിക്ക് പേഴ്സണലി എനിക്ക് ആദ്യം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുഴപ്പമില്ല. ലൈക്ക് അവരെന്നെ കളിയാക്കുമ്പോൾ ഞാൻ അവരെ കളിയാക്കും. എനിക്ക് പേഴ്സണലി ബോണ്ട് ഉണ്ട് അവരായിട്ട്. പാവമാണ്, നല്ല ഗെയിമേഴ്സാണ്, 2 ലെസ്ബിയൻ കപ്പിൾസാണ്, സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള അങ്ങനെ പോലത്തെ ഒരു സെറ്റപ്പിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ. സോ ഐ ഹാവ് സ്പെഷ്യൽ തിങ് ഫോർ മീ ഇൻ മൈ ഹാർട്ട് ഫോർ ദം. പക്ഷെ അവരിങ്ങനെ പോലത്തെ ഒരു ആലിഗേഷൻ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എന്തിനാണ് നൂറയും ആദില തമ്മിൽ എനിക്ക് വേണ്ടി ഫൈറ്റ് ഉണ്ടാവണത്? ആദിലവിടെ പൊസസീവായി. ആദില നൂറും ലെസ്ബിയൻ കപ്പിൾസ് ആണ്. ഒരു വീഡിയോ കാണിച്ചിട്ടാ ഇവൻ ഇവളുടെ വയറ്റിലോട്ട് നോക്കി കയറും. എന്നിട്ട് ഇവള് ഉത്തരം പറ. അത് എനിക്ക് അൺകംഫർട്ടബിൾ ആയി, പെട്ടെന്ന് താഴ്ത്തി. എൻജോയ് ചെയ്തോ സിരിയുടെ കാര്യം നീ ഇത് അനുഭവിക്കണോടാ. അപ്പൊ എന്നിട്ട് ഇങ്ങനെ ചെയ്ത് ട്രോള്. എടാ എന്നെ കളിയാക്കിയതാ വീട്ടിൽ രൺബീർ കപൂർ, കുന്നംകുളവും, ആലിയ ഭട്ട്, ഇടുക്കി എന്ന് പറയുന്ന കുറെ ഇങ്ങനെ പ്രശ്നമൊക്കെ ആക്കി. അത്രേ ഉള്ളൂ. എനിക്ക് നൂറിനെ ഇഷ്ടമാണ്. ഷീസ് എ നൈസ് ഗേൾ. ലൈക്ക് ഷീസ് എ വെരി ഫൺ പേഴ്സൺ ടു ബി വിത്ത് ഇൻ ദ ഹൗസ്. ലൈക്ക് ഷീ സ്മൈൽസ് ആൻഡ് ഓൾ. അടിപൊളിയാണ്. അത്രേ ഉള്ളൂ. ക്രഷ് ഹൗ കൻ ഐ ഹാവ് ക്രഷ് ഓൺ എ ഗേൾ ലൈക്ക് നൂറ ഡൂഡ്? ഷീസ് എ ലെസ്ബിയൻ. നോ, ഷീസ് ഇൻ ടു ഗേൾസ്. ആൻഡ് ഈവൻ ഇഫ് ഐ വാണ്ടഡ് ടു ഹാവ് ഐ ഓൾവേസ് ലുക്ക് അറ്റ് ഹർ ഒരു ഫ്രണ്ട് പോലെ. അത്രേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പിന് അതിന് മേളിൽ ഞാൻ നോക്കിയിട്ടുമില്ല. ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പിലൂടെ ഞാൻ പോയിട്ടുമില്ല. അവിടെ ഒരു റാപ്പേ ഉള്ളൂ. നൂറാ ഫുഡ് കഴിച്ചോ? കഴിച്ചു, പോയി ഫുഡ് കഴിച്ചോളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിനിടയ്ക്കാണ് ഞാൻ ഇറങ്ങുമ്പോൾ മനസ്സിലായി ഞാൻ ഇറങ്ങുന്ന മെയിൻ കാരണങ്ങളൊക്കെ ഇതൊക്കെയാണ് കാരണങ്ങൾ. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ ഒരാളെ വയറ് നോക്കി ഒന്ന് കാണിച്ചൊക്കെ. ഞാൻ പറയുന്നത് ആദില നൂറയുടെ ഈ പറഞ്ഞ പോലെ PR ധൈര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് പുറത്ത് കാണിക്കും. ഞാൻ പറയുന്നു, ഞാൻ സൈൻ ചെയ്ത് എഴുതുമ്പോൾ ഉണ്ടാവില്ല. ഇല്ല, ചെയ്തിട്ടില്ല. അതിന് ഞാൻ അൺകംഫർട്ടബിളായി ഞാൻ താഴ്ത്തി. ഇതൊക്കെ എന്താണിത്? ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഞാൻ ഇന്റൻറ്റ് ചെയ്തിട്ടില്ല. സീരിയസ്ലി ഐ ഫീൽ റിയലി ബാഡ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പോലത്തെ ഒരു ആലിഗേഷൻ ഇടുമ്പോൾ ഐ റിയലി ഫെൽ ബാഡ്. ബിക്കോസ് എൻ്റെ പുറത്ത് ഇമേജാണ് ചീത്താവുന്നത് ഈ കാര്യത്തിലൊക്കെ.